الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരു സംഗതിയാണ് തഖ്വയുള്ള വസിയത്ത്. അതൊരു ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ആവർത്തിച്ച് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റമദാനിന്റെ ഒടുവിലത്തെ പദത്തിലാണ് അവസാനത്തെ 10, മൂന്നാമത്തെ 10 9 എന്നൊക്കെ ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകാനും ബന്ധപ്പെടാനും പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ ആദ്യ 10 നാളുകൾ കഴിയുമ്പോൾ പാപമോചനത്തിന്റെ 10 നാളുകളിലാണ് പിന്നെ പ്രവേശിക്കുക. പാപമോചനം എന്നത് ശുദ്ധി ആർജിക്കലാണ്. ശുദ്ധി എന്നത് അല്ലാഹുവിന് സ്വായത്തമായ ഒരു സ്വഭാവമാണ്. നീതി, ധർമ്മം, ന്യായം ഇതൊക്കെ നൽകുന്നത് പരിശുദ്ധിയിലാണ്. അപ്പൊ ആ പരിശുദ്ധ പ്രകൃതം മനുഷ്യൻ വീണ്ടെടുക്കാനാണ് പാപക്കറകൾ കഴുകിക്കളഞ്ഞ് വൃത്തിയാവുന്നത്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നരകവിമോചനവും സ്വർഗപ്രവേശനവും ഉണ്ടാവും. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. അപ്പൊ അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭ്യമായാൽ, പാപമോചനം ലഭിച്ചാൽ നരകവിമോചനം ലഭിക്കും. നരകവിമോചനത്തിന്റെ അനന്തരഫലം സ്വർഗപ്രവേശനമായിരിക്കും. ആ സ്വർഗപ്രവേശനത്തിന്റെയും നരകവിമോചനത്തിന്റെയും 10 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു 10 ദിനങ്ങളാണ്, അല്ലെങ്കിൽ 9 ദിനങ്ങളാണ് ഒടുവിൽ
റമദാനിൽ എല്ലാ സത്യവിശ്വാസികളും അഭിമുഖീകരിക്കുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ എന്നാണ് ഇവിടെ സാധാരണ പറയാം. സാധാരണ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അത് നമ്മൾ സ്ഥിരമായി പറയുന്നത്, സത്യസാക്ഷ്യം വഹിക്കുന്നു. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും പറയാൻ നിർബന്ധിതമായ ഒരു സംഗതി. പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്, അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ ചോദിക്കുന്നത് അസ്അലുക ജന്ന, അതിനൊന്ന് ഉറപ്പിക്കാനാണ് വാഴ്ത്തിരിക്കുന്ന ആ ജന്നത്ത് ചോദിക്കുന്നത് തന്നെയാണ് നരകവിമോചനവും. നരകവിമോചനം ചോദിക്കുന്നത് ഡ്രാഫ്റ്റ് ഷിഫ്റ്റ് ജന്നത്താണ്. രണ്ടും അല്ലാത്തൊരു സ്ഥലമില്ല. അറാഫ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിലും അവസാനം തീരുമാനിക്കും അതിലേക്കുള്ള ആളുകളെ കൊണ്ടാക്കാൻ വേണ്ടിയത്. അപ്പൊ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. അഅ്തിഖ്ന എന്ന് ജമഅായിട്ട് പറയാം, കുടുംബക്കാരെയും വീട്ടുകാരെയൊക്കെ ചേർത്ത് അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനാ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയാം. വ്യക്തി ഒറ്റയ്ക്ക് പറയുമ്പോൾ അഅ്തിഖ്നി എന്ന് പറയും. ഇത് വളരെ ഗൗരവത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഈ അവസാനത്തെ പത്താവുമ്പോൾ സാധാരണ മാസങ്ങളെക്കാൾ വ്യത്യസ്തമായി റസൂല് റമദാനിൽ കൂടുതൽ ആരാധനാകർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. റമദാൻ മാസത്തിലെ ഒടുവിലത്തെ പത്താവുമ്പോൾ മുണ്ട് മുറുക്കി കൊടുത്ത് ആരാധനയ്ക്ക് ചട്ടം കെട്ടി ഇറങ്ങുന്ന ഒരു സ്വഭാവം. ധർമ്മങ്ങളുടെ ദാനത്തിന്റെ കാര്യത്തിൽ അടിച്ചു വീശുന്നത് കാച്ചിനെ പോലെയായിരുന്നു എന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. കിട്ടിയത് സ്വന്തത്തിന്റെ ആവശ്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വലിയ ഒരു ദാനധർമ്മം ചെയ്യപ്പെടുന്ന ഒരു പത്താണ്. അത് നമ്മൾക്ക് ബാധകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുറ്റുവട്ടത്ത് ഒരുപാട് ആവശ്യക്കാരായ ആളുകളുണ്ട്. രോഗികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ട്, അതുപോലെ ആഹാരത്തിന് കഴിവില്ലാത്തവരുണ്ട്, ചികിത്സയ്ക്ക് മരുന്നിന് കഴിവില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ദാനം ചെയ്യാൻ കൂടുതൽ പ്രതിഫലം കിട്ടാനുള്ള പ്രത്യേക സന്ദർഭമാണ്. അല്ലാഹു തആല അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥ റസൂൽ ചെയ്തിട്ടുണ്ട്. മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ റമദാനിൽ ഇബാദത്തെടുക്കുക, ധർമ്മങ്ങൾ ചെയ്യുക. ആ റമദാനെ തന്നെ ഒടുവിലത്തെ പത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ ദാനധർമ്മങ്ങളിലും അതുപോലെ തന്നെ ഇബാദത്തുകളിലും അതിന് ചില സംഗതികൾ, ചില കാര്യങ്ങളുണ്ട്. ഈ ഒടുവിലത്തെ പത്ത് വളരെ പ്രധാനപ്പെട്ടതാവാൻ തന്നെ കാരണം എല്ലാ ദിവസങ്ങളും പ്രാധാന്യമുള്ളതാണ്. കാരണം റമദാനിലാണ് ദിവ്യ ദർശനങ്ങൾ, ദിവ്യ വേദഗ്രന്ഥങ്ങൾ, ദിവ്യ സന്ദേശങ്ങൾ ഇറങ്ങി തുടങ്ങിയത്. റമദാൻ 1-ാം തീയതിയാണ് സുഹൈഫ് ഇബ്രാഹിം ഇറങ്ങിയത് എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ തൗറാത്ത് ഇറങ്ങിയതും സബൂർ ഇറങ്ങിയതും ഇഞ്ചിൽ ഇറങ്ങിയതൊക്കെ റമദാൻ മാസത്തിലാണ്. ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഉൻസില ഫീഹി അൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട ഒരു മാസം റമദാൻ മാസം. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ശഹ്റുൽ ഖുർആൻ. അപ്പൊ ഇത് എല്ലാ മാസം ഒന്നായിട്ട് ഇറക്കിയല്ല, അതിനൊരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ദിവസം, ഒരു സമയം, ഒരു ദിവസം. ആ ദിവസത്തെ കുറിച്ച് ഇന്ന മണിക്കൂർ ഇന്ന സമയത്തെന്ന് പറയാതെ ഒരു കുറച്ച് വിശാലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സൂറത്ത് ദുഖാനിലെ ആദ്യ ചില വാചകങ്ങളാണ് നിങ്ങളെ ലഭിച്ചത്. ഹാമീം, അത് നമുക്കറിയാം. ഇസ്ലാമീം എന്ന് പറയുമ്പോൾ ചില ഒറ്റ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇത്ര പ്രത്യക്ഷത്തിൽ കണ്ടാൽ അർത്ഥമില്ല എന്ന് തോന്നിക്കുന്ന ഈ ഒറ്റ അക്ഷരങ്ങളുണ്ട് വലിയ ബൃഹത്തായ ഒരു വേദഗ്രന്ഥം നാം ഉണ്ടാക്കി അതിൻ്റെ ഒരു തെളിവായിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കണം. പിന്നെ ഓരോന്നിനും ഓരോ പേരുകൾ, അലിഫ് അതാണ്, ലാമു മുഹമ്മദ്, നജ്ബിരിലാണ്, മുഹമ്മദാണ്, പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണ്. അതുപോലെ യാസീൻ, താഹ എന്നൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. കാരണം അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അറിയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അറിയിച്ചു തരും. അങ്ങനെ വേഗമായിട്ട് നിർത്തണമെങ്കിൽ വേഗമായിട്ട് നിർത്തുകയും ചെയ്യും. അതിന്റെ പേരിൽ തർക്ക വിതർക്ക കുതന്ത്രങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൽ ആവശ്യമില്ല. ഒരു കിതാബുൽ മുബീൻ, അതാണ് പ്രധാനപ്പെട്ട വിഷയം. വളരെ വ്യക്തമായ ഈ വേദഗ്രന്ഥത്തെ പിടിച്ചു ചട്ടില് വക്രതയില്ലാത്ത നേർക്ക് നേരെ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായതിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. മനുഷ്യന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പോകാൻ സത്യത്തിന്റെ പാതയിലൂടെ വേണം. ധർമ്മത്തിന്റെ, നീതിയുടെ, ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, പ്രതീക്ഷയുടെ ആ വഴിയിലൂടെ പോകാൻ പര്യാപ്തമായ രീതിയിൽ നേർക്ക് നേരെ മാർഗദർശനം. അങ്ങനെ ഒരു ഒറ്റ ഗ്രന്ഥമേ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ. പണ്ടുള്ള ഗ്രന്ഥങ്ങൾ അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടു, തൗറാത്തും സബൂറുകളുടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് കൂട്ടിക്കലർത്തലുകൾ. ഒന്ന്
ലോകത്ത് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. നേർക്ക് നേരെ 100% സ്വദേശപരമായി നിൽക്കുന്ന ഒരു അതിബൃഹത്തായ സാഹിത്യ ഉള്ള ശാസ്ത്രം ഉള്ള വിവിധ എല്ലാ സംഗതികളുമുള്ള ഗ്രന്ഥം. അങ്ങനെ ഒരു ഗ്രന്ഥം ഉള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് അവരുടെ ആരോഗ്യം സ്വീകരിച്ചിട്ടില്ല. നിങ്ങളിത് വിശ്വസിക്കുന്നില്ല, ഇത് തള്ളിക്കളയാണെങ്കിൽ ഇതുപോലെ ഒന്നിനെ കൊണ്ടുവരുന്നു, ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് വലിയ സാഹിത്യകാരന്മാർക്കാണ് ഇന്നൊരാൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആ പുസ്തകത്തെ, ആ കിതാബിനെ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ മുൻനിർത്തി മത്സരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം ഇത് അവതരിപ്പിച്ചത്. അനുഗ്രഹീതമായ രാത്രിയിലാണ് ഇത് നാം അവതരിപ്പിച്ചത്. ഇന്ന കുന്നാ മന്ദിരീൻ, അതുവഴി നാം ഒരു വാണി, അതായത് ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് സംഗതികളെ കുറിച്ച് ശുഭവാർത്തയും താക്കീത് നൽകിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നാം താക്കീത് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാല് ആ താക്കീതിന്റെ അപ്പുറം ഒരു ശുഭവാർത്തയുമുണ്ട്. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്നത്. നാം താക്കീത് ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നയമായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഗ്രന്ഥത്തിലൂടെ പ്രധാനപ്പെട്ടത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തലും, സന്മാർഗ ദർശനമുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കലും, സന്മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരെ അതിന്റെ അപകടത്തെ കുറിച്ച് താക്കീത് ചെയ്യലുമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ആ ദിവസത്തിൽ എല്ലാ സംഗതികൾക്കും യുക്തിയുക്തമായ നിർണയം, തീരുമാനം, ഖദർ അന്നാണ് നാം കൽപ്പിക്കുക. വലിയൊരു സംഭവമാണ്. അമ്രം എന്തിനാണ് നമ്മുടെ പക്കൽ നിന്നുള്ള അനുമതിയോടെ അല്ലെങ്കിൽ കൽപ്പനയോടെ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദർ ഏതാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അത് ലൈലത്തുൽ ഖദറിന്റെ 7 മാസത്തിലാണ്. ഷഹ്ർ റമളാൻ, റമളാനിലാണെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു ഖുർആൻ അവതരിച്ചത്. അതൊരു ലൈലത്തുൽ മുബാറകത്തുൽ, അനുഗ്രഹീതമായ രാത്രിയിലാണെന്ന് പറഞ്ഞു. അത് ലൈലത്തുൽ ഖദറാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ക്ലിയറായി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു വലിയ മാസ്റ്റർ പ്ലാനാണ് അല്ലാഹുവിന്റെ. അതായത് യാദർച്ഛികമായി അല്ലെങ്കിൽ അല്ലാഹുവിനെ അറിയാത്ത ഒന്നും ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റില്ല. മനുഷ്യ ജീവിതത്തിലോ പ്രപഞ്ചത്തിലോ ഒരു ചെറിയ ചലനം, ഒരു ആറ്റോമിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു അണുവിന്റെ ചലനം പോലും, ഒരു മനുഷ്യന്റെ വികാരത്തിന്റെ ഏറ്റവും ഉള്ളിൽ അറ്റത്തുള്ള ഒരു ചെറിയ ഒരു ചലനം പോലും അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ അറിയാതെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം നശിച്ചു. അപ്പൊ എല്ലാ സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണ് നടപ്പാക്കുന്നത്. അങ്ങനെ മൊത്തം ജീവിതത്തിന് ഈ ലോകം അവസാനിക്കുന്നു, പിന്നെ പുതിയ ലോകങ്ങൾ ഉണ്ടാവുന്നു, സ്വർഗം നരകം, അത് കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആലയുടെ റെക്കോർഡിലെല്ലാം ഉണ്ട്. പക്ഷേ അതിന് പുറമെ അല്ലാഹു ഒരു പോളിസി നിശ്ചയിച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ ഇതൊരു ബഡ്ജറ്റ് നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുതിയ പുതിയ സംഗതികൾക്ക് അപ്രൂവൽ എടുക്കും. അപ്പൊ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയം വരും. എല്ലാ സംഗതികളും അല്ലാഹു തആല ഖദറാക്കി നിശ്ചയിച്ചത്, നിർണയിച്ചു. എന്നിട്ട് പിന്നെ ഡേയിലൊരു മാറ്റം ഉണ്ടാവും. അതെ, ആ ഡേ അല്ലാഹു തന്നെയാണ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഖദറിനെ മാറ്റാം. അതിനെ മാറ്റാം, ദുആന്റെ ഖദറിനെ മാറ്റാം. അതൊരു ഖദറാണ്. ലേശം ഗൗരവത്തെ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിർണയിച്ചു. ആ നിർണയത്തിൽപ്പെട്ടതാണ് മനുഷ്യന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു തആല തന്നെ നിശ്ചയിച്ച ഖദറിനെ, നിർണയത്തെ അവന്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും നന്മ ഏതാണ് അതനുസരിച്ച് മാറ്റി കൊടുക്കുക. അപ്പൊ ദുആന്റെ ഖദറിനെ മാറ്റാം. അപ്പൊ ഈ വർഷം, ഒരടുത്ത വർഷം എന്താണ്, ഒരാളിന്റെ ഓഹരി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാവാൻ പോകുന്നു, എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നു മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും സമ്പത്തിലും ഉദ്യോഗത്തിലും രാഷ്ട്രത്തിലും ലോകത്തിലും ജനതകളിലും, ആരൊക്കെ മരിക്കും, ആരൊക്കെ ജീവിച്ചിരിക്കും എന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മാസ്റ്റർ പ്ലാനുണ്ട്. ആ മാസ്റ്റർ പ്ലാനിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സ്വാതന്ത്ര്യം നിന്നിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് നീ ഒന്ന് ചോദിച്ചേക്ക് തരാൻ പറ്റൂല എന്നല്ല അല്ലാഹു പറഞ്ഞത്. എന്റെ മാസ്റ്റർ പ്ലാനിന്റെ ഉള്ളിലുള്ളതാണ് നീ ചോദിക്കുക എന്നത്, നീ ചോദിക്കാൻ നാം നൽകുക എന്നത്. അപ്പോ അത് തീരുമാനിക്കണം. ഓരോ പ്രപഞ്ചത്തിനും, അതായത് എല്ലാത്തിനും, എല്ലാ സംഗതികൾക്കും, എല്ലാ ചലനങ്ങൾക്കും, സകലമായ സംഗതികൾക്കും, ചലനങ്ങൾക്കും, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും അതിൽ
വ്യക്തമായ യുക്തിയുക്തമായ നിർണയം, തീരുമാനം ഉണ്ടാകുന്നു. കുല്ലു അംറിൻ ഹകീം. അംറിൻ ഹകീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ വിഷയത്തിനും എന്താണ് ഫിക്സ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു രാത്രി തീരുമാനിക്കുകയും ആ രാത്രിയിലാണ് ഖുർആൻ ഇറക്കിയെന്ന് പറയും. കാരണം ഈ പറഞ്ഞ സംഗതികളൊക്കെ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഇറക്കിയ ആ രാത്രിയെ മഹോന്നതമായ ഒരു രാത്രിയായി തീരുമാനിച്ചു. ആ രാത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ രാത്രി യഥാർത്ഥത്തിൽ ഖുർആൻ ആദ്യമായി ഇറങ്ങി വന്ന രാത്രി ഒന്നേ ഉള്ളൂ, കഴിഞ്ഞുപോയി. പക്ഷെ ആ രാത്രിയുടെ തവാബ്, ഫള്, അനുഗ്രഹം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരു നയമായിട്ട് ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അൽ റഹ്മത്തും മിൻ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്. അനുഗ്രഹം കൊണ്ടാണ് പ്രവാചകന്മാരെ അടിക്കുന്നതും താക്കീതുകാരൻ അയക്കുന്നതും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഒരാളിന് ആശ്വാസം വേണം, ഒരാളിന് സംരക്ഷണം വേണം, ഒരാളിന് സമാധാനം വേണം, ഒരാളിന് ജോലി വേണം, ഒരാളിന് ഭാര്യ വേണം, ഒരാളിന് ഭർത്താവ് വേണം, ഒരാളിന് മക്കൾ വേണം, ഒരാളിന് പണം വേണം, ഒരാളിന് ആരോഗ്യം വേണം. മനുഷ്യന്റെ ആവശ്യങ്ങൾ വിവിധങ്ങളാണ്. ഈ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക എന്നാണ്. ബഡ്ജറ്റ്, നെക്സ്റ്റ് ഇയറിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലാതെ അറിയാത്തതൊന്നുമല്ല, അത് നമ്മളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി, കൂടുതൽ ആരാധനാനിരതമാക്കാൻ, കൂടുതൽ സൂക്ഷ്മതയുള്ളവരാക്കാൻ, തഖ്വ ഉള്ളവരാക്കാൻ വേണ്ടി ഈ ബഡ്ജറ്റ് നിശ്ചയിക്കണ രാത്രിയിൽ നിങ്ങൾ അല്ലാഹുമായി കൂടിയാലോചിക്കുക, മുലാഖാത്ത് നടത്തുക. കൂടിയാലോചിക്കല്ല, അല്ലാഹുവിനോട് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന് കൃത്യമായ ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه متفق عليه. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറയിൽ നിന്നുള്ള ഒരു നിവേദനം. ഈ ഖദ്റിന്റെ രാത്രിയിൽ, ഈ അനുഗ്രഹീത രാത്രിയിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ, അതായത് സുന്നത്ത് നിസ്കരിച്ചാൽ, നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വഴിയായിട്ട് നിന്ന് നിസ്കരിക്കണമെന്ന് മാത്രമല്ല. അപ്പൊ നിൽക്കാൻ വയ്യാത്ത ഞാൻ എന്തായി അവസ്ഥ ചെയ്യും, അതും വേണ്ട, ഇരിക്കരുത് കേട്ടൊക്കെ, എങ്ങനെയാലും വേണ്ടില്ല. അഖാമ എന്ന വാക്കിന് നമസ്കരിച്ചാൽ എന്ന അർത്ഥമാണ് വേണ്ടി പറഞ്ഞു. അവൻ ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ഔഫറ ലഹു മാ തഖദ്ദമ, അത് നോമ്പ് പിടിക്കണമെങ്കിൽ അതേ പ്രാധാന്യം കൊടുത്തു, അവന് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അതുകൊണ്ട് വാഗ്ദാനാണ്. ബുഖാരി മുസ്ലിമും ഒക്കെ ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അത് ആ രാത്രി, അത് ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രാത്രി. ആ രാത്രിയെ പോലെ മഹോന്നതമായ രാത്രിയിൽ ആകാശവും ഭൂമിയും കെട്ടിക്കൊള്ളുന്ന രാത്രി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആകാശം കരുണയോടെ ഭൂമിയെ സ്വീകരിച്ച രാത്രി, ആകാശത്തുള്ളവൻ ഭൂമിയിലുള്ള അടിയാറുകൾക്ക് കാരുണ്യത്തിന്റെ പേമാരി ചൊരിഞ്ഞു കൊടുത്ത രാത്രി, അനുഗ്രഹത്തിന്റെ രാത്രി എന്ന് അല്ലാഹു എടുത്തെടുത്ത് പറഞ്ഞ രാത്രി, വിധിയുടെ രാത്രി, നിർണയത്തിന്റെ രാത്രി, തീർപ്പ് കൽപ്പിക്കുന്ന രാത്രി. ആ രാത്രിയെ സംബന്ധിച്ച് റമദാന്റെ ഒടുവിലത്തെ 10 ആണ്. അതും ഒരു വിശാലമായി പറഞ്ഞു. ഒടുവിലത്തെ 10 ഒറ്റ രാവുകളിൽ നിന്ന്, ഒടുവിലത്തെ 10 എന്നൊരു ഹദീസ്, ഒടുവിലത്തെ 10 ഒറ്റ രാവുകൾ എന്നൊരു ഹദീസ്, ഒടുവിലത്തെ 7 രാവുകൾ. അപ്പൊ മൊത്തത്തിൽ ഒടുവിലത്തെ 7 ഒറ്റ രാവുകൾ, ഒടുവിലത്തെ 7 ഒറ്റരാവുകൾ എന്ന് പറഞ്ഞാൽ 25, 27, 29, 3 ദിവസം ഉണ്ടാവുക. 4 പകലും 3 രാത്രി ഉണ്ടാവുക. 30 രാവില്ലാത്തതുകൊണ്ട് അപ്പൊ ഒടുവിലത്തെ 7 അവ കഴിഞ്ഞു വെച്ചില്ല എന്നുള്ളതാണ് ആണത് കണക്കനുസരിച്ച് നോക്കുമ്പോൾ. ഇത് 25, 27, 29 വന്നപ്പോ മുൻകാല പണ്ഡിതന്മാർ ഇസ്ലാമിൽ വസ്തുന്ന ഉമ്മത്തം വസത്താണ്, മിഡിലാണ്. എന്തിന് ഒരു വിഷയത്തിൽ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തവും മധ്യമമായ ഒരു സംഗതി വന്നാൽ പണ്ഡിതന്മാർ പലപ്പോഴും പറയാം മിഡിലെടുക്കുക. അതാണ് ഈ 27 നിന്ന് വലിയ പ്രാധാന്യം ഉണ്ടായത്. 27 ഉറപ്പിച്ച് പറയാനെന്ന് കണ്ട അത് പറയുന്നത് മഹാമണ്ഡനാണ് എന്ന് പറഞ്ഞാൽ അടച്ചാക്ഷേപിക്കുകയും വേണ്ട എന്നാണ്. അങ്ങനെ ഒരു സമീപനം ഈ സമുദായം സ്വീകരിക്കാത്തടത്തോളം നല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതാണ്. 27 തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞ് പണ്ഡിതന്മാരെ ബന്ധപ്പെട്ട് പറയേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശഹ്റു റമളാൻ ലദീ ഉൻസില ഫീഹി ഖുർആൻ എന്ന് ഖുർആനിൽ കൃത്യമായി അല്ലാഹു പറഞ്ഞാൽ. പക്ഷെ വളരെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, നമ്മളൊന്നും അവരെ അയലോകത്തൊന്നുമില്ല. പക്ഷെ അവർ ശഅബാൻ 15 ബറാത്തിന്റെ രാവിലെ ഖുർആൻ അവതരിച്ചു. ഹദീസിൽ എഴുതി വെച്ചു. കാരണം കുറെ ഹദീസുകളുണ്ട് ശഅബാൻ 15 ബറാത്ത് നോമ്പും ബറാത്ത് രാവും എന്നൊക്കെ പറഞ്ഞ ആളുകൾ പിടിച്ചിട്ടുണ്ട്. ആ ശഅബാൻ 15 ബറാത്തിന്റെ നാളിലാണ്, ലൈലത്തുൽ ബറാത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് ശക്തമായി വാദിക്കുകയും എഴുതി വെക്കുകയും ഒക്കെ ചില പണ്ഡിതന്മാരുണ്ട്. വലിയ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ മാത്രം താബികളോ സഹാബാക്കളോ ഒക്കെ ആണ് പലരും.
നമ്മൾ സ്വാഭാവികമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ശുദ്ധ പൊട്ടത്തനെന്ന് തോന്നുന്ന രീതിയിലാണ് അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത്. കാരണം അള്ളാഹ് തന്നെ നേരിട്ട് പറഞ്ഞു നിയമത്തിൽ അങ്ങനെ അള്ളാഹ് നേരിട്ട് കൃത്യമായി പറഞ്ഞ സംഗതിയിൽ പോലും ചില ദുർബലമായ ഹദീസുകൾ പിടിച്ചുകൊണ്ട് അതാണ് എന്ന് തർക്കിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മോശമായ സ്വഭാവം പിൻപറ്റണം എന്നല്ല പറഞ്ഞത്. അപ്പൊ 27 രാവാണ് എന്ന് പറഞ്ഞാൽ അത് എന്നെയാണെന്ന് പറഞ്ഞ് നടക്കണ്ട. 27 രാവാന്ന് പറഞ്ഞാൽ മഹാപഴപ്പുണ്ടാക്കിയിരിക്കുകയാണ്, അവന് അതൊക്കെ വിദേശമാണ്, അതെല്ലാം വർദ്ധിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ അവന്റെ മേല് കുതിര ദീൻ ഇസ്ലാമിനെ പുറത്താക്കുന്ന പണിയും ലേശം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങോട്ട് പോകണം. അപ്പൊ അന്ന് അപ്പൊ ആ ദിവസം ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചായിരുന്നു. അപ്പൊ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ വീണ്ടും പ്രശ്നമായി. അല്ല, നമ്മൾ ഇശാക്ക് ശേഷം 2:30 സുന്നത്ത് നിസ്കരിച്ച് 8:50 വിളിച്ചു പോയിട്ട് ആളുകളൊക്കെ പിടിച്ചു കൂട്ടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ തറാവീഹിന്. ഇശായുടെ പ്രാധാന്യം കളഞ്ഞിട്ട് തറാവീഹിന് വലിയ കാറുമായിട്ട് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ വലിയ നിലനിലയായിട്ട് വെള്ളിയിലൊക്കെ പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാധാരണ സംഗതികളും നടക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് നടന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഇശാന് പ്രശ്നമില്ല. നോമ്പ് തുറന്ന കാലം റെഡിയാക്കാനായിട്ട് വലിയ കാറൊക്കെ ആയിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെ എല്ലാത്തിനും അടിച്ചു കൂട്ടം റെഡിയാക്കി പള്ളിയിൽ ചെന്ന് എന്തോ ഒരു ഭയങ്കര സംഗതിയായിട്ടാണ്, വലിയൊരു കാര്യമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ പഠനത്തിൽ ഞാൻ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും നാഥനും തമ്മിലൊരു ബന്ധം, നമ്മൾ അടുത്ത പോലത്തെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ അള്ളാഹ് തീരുമാനിച്ചു മരക്കളൊക്കെ റെഡിയായി നിൽക്കുക. അങ്ങനെ ആത്മാർത്ഥമായി പടച്ചവനെ ചോദിക്കാം. ഇപ്പൊ തറാവീഹ് പള്ളിയിൽ 8 നിസ്കരിച്ചിട്ട് ബാക്കി നിസ്കരിക്കണമല്ല, അവിടെ 12 നിസ്കരിക്കുമ്പോൾ പിന്നെ 22 നിസ്കരിക്കണം, ഞാൻ പിന്നെ 23 ആക്കണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം രാത്രിയിൽ 2 മണിക്ക് ശേഷമാണല്ലോ ഈ 3-ാം യാമം വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3-ാം യാമത്തിൽ വളരെയധികം പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നേരം നിസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈലാണോ ഉസ്താദെ, അതല്ല തറാവീഹാണോ, അതല്ല തഹജ്ജുദാണോ? ഈ സമുദായത്തിന് വേറെ ഒറ്റ പണിയില്ലാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും തർക്കിക്കാൻ അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു രാത്രി അത്രയും പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതാണ്. അതിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥക്കെട്ടുണ്ടാക്കിയിട്ട് സമുദായത്തിൽ പഴപ്പുണ്ടാക്കാനല്ല അള്ളാഹ് പഠിപ്പിച്ചത്, റസൂല് പഠിപ്പിച്ചത്. നിഷ്കളങ്കവും ആത്മാത്മയും അള്ളാഹിനോട് അടുത്തിൽ ചോദിക്കുക, പടച്ച തമ്പുരാനെ അടുത്ത വർഷം ആയുസ് തരണേ, നന്മയിൽ ആയുസ് വർദ്ധിപ്പിച്ചേരണേ. എനിക്ക് അത് ഒറ്റയ്ക്ക് തന്നെ ചോദിച്ചിട്ട് കുഴപ്പമില്ല. അന്ന് ഒറ്റയ്ക്ക് ചോദിക്കണം. കാമെന്ന് പറഞ്ഞല്ല, മറ്റേ കാമത്തല്ല പറഞ്ഞു, എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കാനല്ല പറഞ്ഞു. മൻ കാമ എന്ന് പറഞ്ഞു, മൻ അഖാമ എന്ന് പറഞ്ഞില്ല. പത്തിന് വെച്ചിട്ടുണ്ട്. ഈ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഇഖാമത്ത് സ്വലാത്ത് എന്നാണ്. ഇഖാമത്ത് സ്വലാത്ത് കാം കൊടുക്കുന്നില്ല, എല്ലാവരും നേർക്ക് റെഡിയായി നിൽക്കാന്നാണ് ഫോളോയിങ്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ ഒരാള് എന്നുള്ള അർത്ഥത്തിലാണ് മൻ കാമ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ഒരു ഹൃദയബന്ധത്തിന്റെ ഒരു സംഗതിയാണ്. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ദിവസം, നമ്മുടെ വിധി നിർണയിക്കാൻ പോകുന്ന ദിവസം, ആ വിധി നിർണയിക്കുന്ന സർവശക്തനായ രക്ഷിതാവിന്റെ മുന്നിൽ നാം ഇങ്ങനെ നിൽക്കണം. അത് പറഞ്ഞ് ആരാണ് എന്നോട് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷപ്പെടും. 1-ാം ആകാശത്തിൽ ആരാണ് പൊറുക്കലിനെ ചോദിച്ചാൽ നാം അവന് പൊറുക്കലിനെ കൊടുക്കും. ആരാണ് കാവലിനെ ചോദിച്ചാൽ നാം അവന് കാവലിനെ കൊടുക്കും. ആരാണ് സംരക്ഷണം ചോദിച്ചാൽ നാം അവന് സംരക്ഷണം കൊടുക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഫിഖ്ഹിന്റെ നൂലാമാലകൾ കീറി കുഴപ്പമുണ്ടാക്കിയിട്ട് അതിന്റെ ചൈതന്യത്തെ ചോർത്തിക്കളയുന്ന ദീനി പ്രവർത്തനം ഇസ്ലാമിന്റെ രേഖയിൽ മിക്കവാറും ഉണ്ടാവാറില്ല. ഇത് അൺപാർലമെന്ററി ആയതുകൊണ്ട് സഭാരേഖയിൽ ഉണ്ടാവില്ല എന്ന് അസംബ്ലിയിൽ സ്പീക്കർ പറയുന്നത് പോലെ ഇതൊന്നും മലക്കുകൾ ഇതൊക്കെ അനാവശ്യമായിട്ട് പോകും. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് അള്ളാഹുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നുവോ അവിടെയാണ് രേഖയിൽ ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു മഹത്തായ രാത്രി അത് വരാൻ പോകുന്നുണ്ട്. മിക്കവാറും പണ്ഡിതന്മാർ പറഞ്ഞ കണക്കനുസരിച്ച് ഇനി വരാനുള്ള ദിവസങ്ങളിൽ അതുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് 10 ദിവസവും വളരെ കൃത്യമായിട്ട് ഇബാദത്തെടുക്കാൻ വേണ്ടിയുള്ള ചൈതന്യം ഉണ്ടാവാൻ പര്യാപ്തമായ വാചകങ്ങളാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഗവേഷണം നടത്തി അവസാനത്തെ 10, അവസാനത്തെ 7, അവസാനത്തെ 7 ഒറ്റരാവ്, അവസാനത്തെ 7 ഒറ്റരാവിലെ 1, 2, 25, 27, 29 വന്നപ്പോ 27, ഇനി 27 രാത്രി 2 മണിക്ക് ശേഷമാണ്, സുബഹിക്ക് തൊട്ട് മുമ്പാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ആ സമയം മാത്രം മതി എന്നും കണക്കൂട്ടി പറയുന്നതിനേക്കാൾ കഴിവിന്റെ പരമാവധി അവസാനത്തെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രിയിൽ എല്ലാവരും ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇങ്ങനെ വരണമൊന്നും ഇല്ല കേട്ടോ. ഏതൊക്കെ പഠിക്കാൻ എന്തോ ഒരു സാധനം കൊണ്ട് വരാനില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അത് പവർഫുൾ ആയിട്ട് നമ്മളിലേക്ക് വരുന്ന ഒരു പ്രത്യേക സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ രാത്രിയിൽ എല്ലാവരും രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് രാവിലെ പഠിക്കുവാനുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ എല്ലാവരും ഒരു പള്ളിയിലെത്തി കത്തിരിക്കുക, എല്ലാവരും ഒരു ഉറക്കഴിയുക എന്നൊന്നും നിർബന്ധിച്ചിട്ടും പറഞ്ഞില്ല. പക്ഷെ ഓരോ മനസ്സും
ആ രാത്രിയിൽ തമ്പുരാനുമായി കണ്ടുമുട്ടാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഹൃദയംഗമായി പടച്ചവനുമായിട്ട് അലിഞ്ഞു ചേരാനുള്ള താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ അതിനുള്ള സൗകര്യം താല്പര്യം, അതിന് സമയം ഉണ്ടാക്കി തരും. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നമ്മുടെ ആത്മാർത്ഥത എത്രമാത്രമാണ് എന്നുള്ളതാണ്. ആ രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്. ആ രാത്രി അനുഗ്രഹീതമായ രാത്രിയാണ്. ആ രാത്രിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഇബാദത്ത്, ഇസ്തിഗ്ഫാർ, തൗബ, ദിക്ർ, ദുആ, നമസ്കാരം, സുജൂദിൽ പ്രാർത്ഥന, അതുപോലെ ഖുർആൻ ഓതൽ, എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്, എന്താവശ്യമുണ്ടെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കാം. ഹലാലായ എല്ലാ ആവശ്യങ്ങളും ചോദിക്കാനുള്ള ഏകാവേഗത മാത്രമാണ്. അതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. ഈ കാര്യം പറഞ്ഞിട്ട് ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ കാര്യം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിന്റെ ഇടയിലുള്ള വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ സകലത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള രക്ഷിതാവ് നാമാണ് കേട്ടോ. നാമാണിത് മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. ആ കാര്യം ബോധം വേണം. നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷകനെ അന്വേഷിച്ചു വേണ്ടതില്ല. എന്നോട് ഇത് വന്ന് ചോദിക്കാൻ മെനക്കെട്ടിട്ട് പണം ഉണ്ടാക്കാൻ നടക്കണ്ട എന്നുള്ളതാണ്. നിങ്ങളുടെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും എന്തെങ്കിലും സമ്പാദിച്ചുകളയാണെന്ന് വെച്ചാൽ നാമാണ് സംരക്ഷിക്കുന്നത്, നാമാണ് നൽകുന്നത്. കരയിപ്പിക്കുന്നവൻ നാമാണ്, ചിരിപ്പിക്കുന്നവൻ നാമാണ്, സുഖിപ്പിക്കുന്നവൻ നാമാണ്, രോഗിയാക്കുന്നവൻ നാമാണ്. അതുപോലെ എല്ലാ സംഗതികളും ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് ഹൃദയത്തിൽ ഇങ്ങനെ രൂഢമൂലമാകണം. ഈ ആവശ്യമില്ലാതെ കർമ്മശാസ്ത്രത്തിന്റെ മേഖലകളിൽ വിരാജിച്ച് കുഴപ്പമുണ്ടാക്കാതെ ഇതിന്റെ ആത്മാവിലേക്ക്, ഉൾക്കാമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോ സത്യവിശ്വാസിയും അവന്റെ ഈമാൻ അല്ലാഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്താനാണ് ആ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞിരുന്നത്. ഇനി നിങ്ങൾ ദൃഢബോധ്യമുള്ളവരാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ വളർത്തുന്നവൻ, പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നവൻ നാമാണ് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വരികയാണ് അവസരമാണ്. അപ്പൊ നമുക്ക് ബോധ്യമില്ല എന്നത് ഒരു ചെറിയ ദുനിയുണ്ട്. നമ്മളൊരു വാചകത്തിലുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. വിവരമുണ്ട്, വിശ്വാസം ചിലരുണ്ടാവും, പക്ഷെ യക്കീനാവൂല എന്നുള്ളതാണ്. കാരണം യക്കീനായാല് മനുഷ്യന് വേറെ ഒരു കുഴപ്പമുണ്ടാവൂല എന്നാണ്. യക്കീനായി കിട്ടുക എന്നുള്ളതാണ്. യൂഖിനൂ, ദൃഢബോധ്യം ഉണ്ടാവുക. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷകൻ, പ്രപഞ്ചത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള എല്ലാത്തിന്റെയും സംരക്ഷകൻ നാമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നു, ആവർത്തിച്ച് അതേ കാര്യം. ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധനയ്ക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, ജീവൻ നൽകുന്നവൻ അവനാണ്. നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്. രണ്ടും പറയാൻ. അതായത് നിങ്ങളെ ജീവിപ്പിക്കുന്നവനും നിങ്ങളെ മരിപ്പിക്കുന്നവനും യഥാർത്ഥത്തിൽ അവനാകുന്നു. റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, അതായത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളുടെയും സംരക്ഷകൻ അവൻ മാത്രമാണ് എന്ന് പറഞ്ഞു. ബൽഹും ഫീ ശക്കിൻ യലഊൻ. പക്ഷെ അധികം ആളുകളുണ്ടല്ലോ അവരിങ്ങനെ സംശയത്തെ കളിക്കുകയാണ്. ഒരു ചീപ്പായി ഒരു പോയി തൊലയിടന്നൊക്കെ പറയുന്നത്. ബൽഹും ഫീ ശക്കിൻ യലഊൻ, അവര് വളരെ ചീപ്പായ ഒരു കളി കളിക്കുന്നു. അതായത് അവർ സംശയത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ദൃഢബോധ്യത്തോടെ എന്നോട് വരിക, നാം സംരക്ഷിച്ചു കൊള്ളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ അത് വിശ്വസിച്ച് അല്ലാഹുവിനോട് ചേർന്ന് സംരക്ഷണം തരുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا بغير جلال وجهه وعظيم سلطانه. سبحانك لا نسيتنا كما ثنيت نستغفرك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب اوصيكم واياي ثانيا بتقوى. നിങ്ങളുടെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുക. ഖദറിന്റെ രാത്രി, വിധിയുടെ രാത്രി, നിർണയത്തിന്റെ രാത്രി, നമ്മുടെ ഭാവി തീരുമാനിക്കപ്പെടുന്ന രാത്രി. ഖുർആനാണ് ഈ രാത്രി മാത്രമല്ല. മനസ്സിലാക്കുക, ആ രാത്രി നമ്മുടെ ജീവിതം തമ്മിലുള്ള ബന്ധം. ആളുകൾ ഈ നിലയ്ക്കത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.
ഖുർആൻ പറയുന്ന ലൈലത്തുൽ ഖദ്ർ വളരെ പുണ്യമുള്ളതാണ്, കുറച്ച് കാര്യങ്ങളെ എന്നുള്ളതല്ല, നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന രാത്രി. ഫിഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, അതിലാണ് എല്ലാ കാര്യങ്ങളും യുക്തിയുക്തമായി തീരുമാനിക്കപ്പെടുന്നത്. അല്ലാത്തതൊന്നും അറിയാത്തോണ്ടോ മാസ്റ്റർ പ്ലാനിൽ പെടാത്തോണ്ടോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ല പ്രഖ്യാപിച്ച അതിനൊന്ന് റിവേഴ്സ്, അതായത് വ്യക്തിയുടെ താല്പര്യവും സന്നദ്ധതയും പരിഗണിച്ചിട്ട് അവന്റെ പ്രാർത്ഥനയും പരിഗണിച്ചിട്ട് കൃത്യമായിട്ട് വിശ്വസിച്ച് ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ അടുത്ത റമളാനിന്റെ ഇടയിൽ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്ന കാണാൻ. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ആശങ്ക ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും, താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താല്പര്യം പിന്നെ ആർക്കാ താല്പര്യം ഉണ്ടാവുക? നമ്മുടെ ജീവിതം നന്നാവണമെന്ന് ആഗ്രഹം നമുക്ക് തന്നെയാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന ഉത്കണ്ഠ നമുക്ക് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഉത്കണ്ഠ ഉണ്ടാവണം, ഭയം ഉണ്ടാവണം, അതേസമയം പ്രതീക്ഷ ഉണ്ടാവണം. ഈ ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഹലാലായ താല്പര്യങ്ങളെ കാറ്റി മാറ്റുമ്പോൾ അവിടെയാണ് സൂക്ഷ്മത നിലകൊള്ളുന്നത്, തഖ്വ നിലകൊള്ളുന്നത്. ഒരു സംഗതി നമ്മൾ അല്ലാഹു തആല പറഞ്ഞിരുന്നു, നീ വരൂ നാം സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ മഹാപ്രതീക്ഷയാണ്. പ്രഭാതം തുടങ്ങിയാൽ പ്രദോഷം വരെ എന്റെ അടിമയെ തൗബയുടെ വാതിലും തുറന്ന് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രദോഷം തുടങ്ങിയാൽ പ്രഭാതം വരെ എന്റെ പ്രിയപ്പെട്ട അടിമയെ ഞാനാണല്ലോ നിന്നെ പഠിച്ചത്. നീ എന്നെടുത്ത് വരുന്നതും കേട്ട് ഞാൻ തൗബയുടെ വാതിലും തുറന്ന് കാത്തിരിക്കുന്നു. എന്തൊരു മഹത്തായ ചിത്രീകരണം! ഒരു പിതാവിന്റെ സ്നേഹം ഇത്രയും വരില്ല. സ്നേഹമസ്നമായ ഒരു വിളി, യാബുനയ്യാന്ന് വിളിച്ചു പറയും, അല്ലയോ പ്രിയപ്പെട്ട മകൻ എന്ന് ലുഖ്മാൻ പറഞ്ഞ ആ ഭാഷയിൽ ഓരോന്നും വളരെ ആഴത്തിൽ ഹൃദയസ്പർക്കായിട്ടാണ് പറഞ്ഞത്. ഹൃദയത്തിനെ പിടിച്ചുലക്കുമാറാണ്. ഇതൊക്കെ കേൾക്കാതെ വരുമ്പോഴാണ് ഞാൻ വെട്ടിക്കും, ശിക്ഷിക്കും, എന്നൊക്കെ അല്ലാഹു തആല പറയുന്നത്. ഖുർആന്റെ ആദ്യ ഭാഗങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കൃത്യമായിട്ട് ഫസ്റ്റ് ഫേസ് നമുക്ക് കാണിക്കുന്നത് കരുണയുടെ സ്നേഹത്തിന്റെ. കാരണം അല്ലാഹു കതബ അലാ നഫ്സിഹി റഹ്മ, അവൻ കാരുണ്യമാണ്, അവൻ കരുണയാണ്. ആ കരുണയുടെ കുത്തൊഴുക്ക് നമ്മളിൽ ഉണ്ടാവണമെന്നാണ്. നബി കാരുണ്യമാണ്, ഖുർആൻ കാരുണ്യമാണ്, ലൈലത്തുൽ മുബാറകത്താണ്. ഈ രാത്രി കാരുണ്യത്തിന്റെ രാത്രിയാണ്. റമളാൻ കാരുണ്യമാണ്. കാരുണ്യമാണല്ലോ നമ്മൾ പരസ്പരം കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഈ ആശുപത്രികൾ കാരുണ്യമാണല്ലോ. ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അല്ലാഹു ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ മറ്റുള്ളവർ കൊടുക്കണം. അവന്റെ കാരുണ്യമാണ്. അല്ലാഹു പറഞ്ഞിട്ടുള്ള ആ കാരുണ്യം. അപ്പൊ ആ കാരുണ്യം പരസ്പരം ഒരു സമൂഹം ഒന്നടങ്കം നോമനുഷ്ഠിച്ച് അതിന്റെ അനുഷ്ഠാനങ്ങൾ നടത്തുമ്പോൾ കാരുണ്യത്തിന്റെ വ്യാപ്തി ഭയങ്കരമായിരിക്കും. നോട്ടത്തിലും കാരുണ്യം ഉണ്ടാവും, നടത്തത്തിലും കാരുണ്യം ഉണ്ടാവും, പെരുമാറ്റത്തിലും കാരുണ്യം ഉണ്ടാവും. എല്ലാ ഓരോ അതായത് ഓരോ രോമകൂപങ്ങളിലും കാരുണ്യം ഇറ്റു നിൽക്കുന്ന ഒരു മഹത്തായ ദിനമായി മാറും ഈ രാത്രി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ, ഈ രാത്രി ലൈലത്തുൽ ഖദ്റാണെന്ന് മനസ്സിലായി ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞാൽ പടച്ചവനെ നീ പൊറുക്കുന്നവനാണ്, പൊറുക്കൽ നിനക്ക് ഇഷ്ടവുമാണ്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. നമ്മുടെ മനസ്സിൽ കറ പോലെ ഉള്ളത്, നമ്മുടെ ശരീരത്തിൽ കറ പോലെ ഉള്ളത്, കറയേറ്റാൽ വഴിതെറ്റും, വഴിതെറ്റിയാൽ നരകത്തിൽ ആപതിക്കും. അവസാനമായി ഒരടിമയും നരകത്തിൽ പോകാൻ അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവന്റെ നീതി, അക്രമികൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന അവന്റെ സംവിധാനം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കറയും ആർക്കും പറ്റാതിരിക്കാൻ നമ്മൾ ആശ്രയിക്കുന്നില്ല. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ലേ, തൗബ ചെയ്യുന്നില്ലേ? ഒരു തെറ്റ് ചെയ്താൽ 6 മണിക്കൂറിനിടയിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ സമ്പൂർണ്ണമായി പുറത്തു വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു 6 മണിക്കൂറിനിടയിൽ നമ്മൾ നിസ്കരിക്കാൻ പോകുമല്ലോ. സുബഹിക്കും ളുഹറിനിടയിൽ മാത്രമേ അതിനേക്കാൾ കൂടുതൽ സമയമുള്ളൂ. ബാക്കിയുള്ള എല്ലാ നമസ്കാരത്തിനും സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം കഫാറത്താണ്. ഒരു നമസ്കാരം മുതൽ മറു നമസ്കാരം വരെയുള്ള ആ തെറ്റുകൾ അടുത്ത നമസ്കാരം വരുമ്പോൾ പുറത്തു പോകുന്നത് മഹാപ്രതീക്ഷയാണ്. അപ്പൊ ആ പ്രതീക്ഷയുടെ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിനെ സമീപിക്കുമ്പോൾ ലൈലത്തുൽ ഖദ്ർ നമ്മുടെ നിർണയത്തിന്റെ രാത്രിയാണ്, ഖദ്റിന്റെ രാത്രി എന്ന് പറയുന്നത് കടൽക്കൂടൊരു പോലെ എന്തോ ഒരു സാധനം വരുന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഏറ്റവും ബൃഹത്തായ മാർഗദർശനം മനുഷ്യന് കൊടുക്കാൻ തീരുമാനിച്ച ഒരു പുണ്യമുള്ള രാത്രി. ആ രാത്രിയെ ഒരു ബഡ്ജറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ രാത്രിയിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോൾ അതനുസരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പുനർ സംവിധാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അപ്പൊ നമുക്ക് വലിയ ആവശ്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട്
കൃത്യമായിട്ട് മനസ്സിലായ ഒരു ആവശ്യം ഉണ്ടാവും. എന്റെ തമ്പുരാൻ എനിക്കെന്തൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കുന്നു, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊരു മനസ്സ് മനുഷ്യനിൽ ഇങ്ങനെ വളർന്നു വരുന്നു. ഇത്രയും ആവേശഭരിതമായിട്ടാണ് യഥാർത്ഥ ആ സംഗതികൾ പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലൊരു സ്നേഹം ഉണ്ടാവും, നമ്മുടെ മനസ്സിലൊരു താല്പര്യം ഉണ്ടാവും, അള്ളാഹിനോട് അടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അള്ളാഹിനോട് ഇങ്ങനെ അടുക്കുമ്പോൾ ആദ്യമൊക്കെ പിശാചിൻ തള്ളി നോക്കും, ശല്യപ്പെടുത്തി നോക്കും. പക്ഷേ പിശാചിനെ രക്ഷയിട്ടില്ലെന്ന് പിന്നെ ഒഴിഞ്ഞു പോയിക്കോളും. പ്രത്യേകിച്ച് പിശാചിനെ ചങ്ങലക്കിടുന്ന മാസമാണ്, സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന മാസമാണ്. മറ്റേത് ദിവസങ്ങളെക്കാളും അള്ളാഹുലേക്ക് പാഞ്ഞു പോകാനുള്ള ഏറ്റവും സൗകര്യമുള്ള ഒരു മാസമാണ്. അവസാനത്തെ ദിവസങ്ങളാണ്, മണിക്കൂറുകൾ മാത്രം ഇങ്ങനെ അവശേഷിക്കുന്ന ചില തിരുകട ദിനങ്ങൾ മാത്രമാണ്. അത് ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താൻ ഉറക്കുണ്ട്, അതുപോലെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അവരവർക്ക് അറിയാം, അല്ലാഹു നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൃത്യമായിട്ടും ഓരോരുത്തർക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് നാക്കുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല, ഹൃദയം കൊണ്ട് ചോദിച്ചാലും പോലെ രക്ഷിതാവ് അറിയുന്നവനാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചോദിക്കാനുള്ള തൗഫീഖ് അവൻ തന്നെ തരുന്നതാണ്. അപ്പോഴാണ് അള്ളാന്റെ കാരുണ്യത്തിന്റെ ഒരു ആഴം മനസ്സിലായത്. നമ്മളത് ചോദിക്കാൻ വിചാരിച്ചാലും ചോദിക്കാനും പറ്റില്ല. എന്ത് ചോദിക്കണം എന്ന തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നു. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഉമർ ദുആ എന്നാൽ ഉത്തരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉമറിന് ഒരു സംശയമില്ല. കാരണം ഉമറിന്റെ മനസ്സും ഉമറിന്റെ പ്രവൃത്തിയൊക്കെ പ്ലെയിനാണ് എന്ന് ഉമറിനറിയാം. അങ്ങനെ പറഞ്ഞല്ല, സത്യം പറഞ്ഞാൽ ഉമർ ദുആ എന്നാൽ ഉത്തരം കിട്ടുമെന്ന് ഉമറിന് നന്നായി അറിയാം. പക്ഷെ ഉമറിന്റെ ഒരു പേടി, ഉമറിന് ദുആക്കാനുള്ള തൗഫീഖ് കിട്ടുമെന്നുള്ളതാണ്. സംഗതിയോടെ മനസ്സിലായി. കാരണം ദുആക്കാൻ ഒരു തൗഫീഖ് കിട്ടണമെന്നുള്ളതാണ്. എത്ര ശ്രമിച്ചാലും ദുആക്കാൻ ഒരു തൗഫീഖ് കിട്ടിയെങ്കിൽ ദുആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ദുആക്കുന്നുണ്ട്, ആ തൗഫീഖിന്റെ അടിസ്ഥാനത്തിലാണ് ദുആക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിൽ വന്ന് മുറ്റി നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ദുആക്കുന്നുണ്ടല്ലോ, ചെറുതോ വലുതോ ആയ തരത്തിൽ നമ്മൾ ദുആക്കുന്നുണ്ടല്ലോ. ആ ദുആ അത് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് നമുക്ക് തവാബ് തരിക. അതായത് സദഖ കൊടുക്കാൻ പണം അല്ല തരണ്ടേ, പണം അല്ലാണെന്നല്ല പറഞ്ഞല്ലോ, എന്നാണ് പറഞ്ഞത്. അതായത് അള്ളാഹു തആല നൽകിയതെന്ന് ചെലവഴിക്കാം. അപ്പൊ പടച്ചോൻ തന്നേ പറ്റുള്ളൂ. ആർക്കെങ്കിലും സദഖ കൊടുക്കണമെങ്കിൽ പടച്ചോൻ പൈസ തരണം. അപ്പൊ പടച്ചോൻ പൈസ ഇല്ല, സദഖ വാങ്ങാൻ ആളാ, നിങ്ങൾക്ക് സദഖ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയാലോ. അപ്പൊ സദഖ വാങ്ങാൻ ആളാ അള്ളാഹു തആല തരണം, സദഖ വാങ്ങാനുള്ള കൊടുക്കാൻ നമുക്ക് മനസ്സ് തരണം. അപ്പൊ സദഖയ്ക്ക് പൈസ തരണം, കൊടുക്കാൻ മനസ്സ് തരണം, വാങ്ങാൻ ആളെ തരണം, എന്നിട്ട് കൂലി തരണം. ഈ തമ്പുരാനെ എന്താണെന്ന് വിളിക്കുക? റഹ്മാനെന്നും റഹീമെന്നും വിളിച്ചാൽ മതിയാവൂ? ഒരാത്തത് കാരുണ്യവാനെന്നും കരുണാനിധിയെന്നും വിളിച്ചാൽ മതിയാവൂ? പോരാന്നുള്ളതാണ്. നമുക്ക് കഴിയില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു നിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഈ ഭൂലോകത്ത് ഒരു പ്രവാചകൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ പ്രകാരം അല്ലല്ലോ നബി അയച്ചത്. ഒരാളെ അള്ളാഹു നബിയാക്കാണ്. അതിങ്ങനെ ഉൾക്കൊണ്ടിട്ട് സഹിക്കാമേ, ഇത് എങ്ങനെയാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുക? അങ്ങനെ അവസാനം നിന്ന് നിസ്കരിച്ച് കാലുകളുടെ നെയ്യരടിച്ച് മനുഷ്യൻ കുറെ നേരം നിന്ന് നീരടിക്കും. നിസ്കരിക്കാൻ നീരടിക്കുന്നു, കുറെ നേരം എത്ര നേരം നിന്നാ നീരടിക്കും നമ്മൾ നിന്ന് നോക്കാം. അപ്പൊ എത്ര നേരം നിസ്കരിച്ചിട്ടുണ്ട്? കാരണം എന്താ? അപ്പോൾ ആയിഷ ചോദിക്കുക, അല്ല അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളെ മുന്നിലും പിന്നിലുള്ള തെറ്റുകളൊക്കെ പുറത്തു നിൽക്കുന്നത് അല്ലാഹു പറഞ്ഞില്ലേ, എന്നിട്ട് എന്തിനാണ് ഈ പതിരാത്രിയിൽ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത്? അപ്പോ സുസ്മേഹനായി പ്രവാചകൻ ചോദിച്ചു, അഫല അകൂന അബ്ദൻ ശകൂറ യാ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ, എന്റെ പ്രിയപത്നി ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ? വളരെ ആഴത്തിലാണ്. കാരണം ആ പ്രവാചകനാക്കിയതിന് നന്ദി കാണിക്കാൻ പ്രവാചകന്റെ മുഹമ്മദിന്റെ ശരീരത്തിനും മുഹമ്മദിന്റെ മനസ്സിനും കഴിവില്ല. അത് ഫീബിളാണ്, അത് വീക്കാണ്, അതിന് ശക്തിയില്ല, ദുർബലമാണ്. അതുപോലെ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, നമുക്ക് ഒരുപാട് പരാതികളുണ്ട്, കിട്ടാത്തതിനെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, പരിവർത്തനങ്ങളുണ്ട്. പക്ഷെ കിട്ടിയതിനൊന്ന് എണ്ണി നോക്ക്. നമുക്ക് എണ്ണാൻ പറ്റൂല എന്നല്ല പറഞ്ഞ്. ഓരോന്ന് നമ്മളെ കുടുംബം, നമ്മളെ വാപ്പ, നമ്മളെ മക്കൾ, നമ്മളെ സംവിധാനം, നമ്മളെ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, നമ്മളെ ബോധം, നമ്മളെ ഓർമ്മ, നമ്മളെ ശക്തി, നമ്മളെ കഴിവ്, നമ്മളെ ധനം, നമ്മളെ അഭിമാനം, ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നെ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു ഓരോരുത്തരോടും കാണിച്ചിരിക്കുന്ന ആ ഒരു ഭയങ്കരമായ കാരുണ്യം, അതാണ് കാരുണ്യവാൻ, അതിഗംഭീരമാണ്. ഇതിനൊക്കെ കൃത്യമായിട്ട് അളവനുസരിച്ച് നന്ദി രേഖപ്പെടുത്താൻ ലോകത്ത് ഒരു മഹലുക്കും സാധ്യമാവില്ല, ഒരു പണ്ഡിതന് സാധ്യമല്ല, ഒരു പ്രവാചകന് സാധ്യമല്ല. അപ്പൊ അല്ല അത്രയും ചോദിക്കുന്നില്ല നമ്മളോട്, നിങ്ങളെ ഈ രാത്രിയുടെ യാമത്ത് കുറച്ച് സമയം കൊണ്ട് വരൂ, എന്നെ വിശ്വസിക്കൂ, എന്റെ അടുത്ത് വരൂ, എന്നിട്ട് ചോദിക്കൂ, നാം നൽകാമെന്നുള്ളത്. അങ്ങനെ ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി.
ഒന്ന് ഇതിനെക്കുറിച്ചൊരു വിവരം ഉണ്ടാകുക, ആ വിവരം വിശ്വാസമാകുക, ആ വിശ്വാസം ദൃഢമായ ഒരു ബോധ്യമാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസത്തിന്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. സത്യവിശ്വാസം ജീവിക്കുന്നുണ്ടോ? എന്തായാലും ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ സത്യവിശ്വാസത്തിന്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു ചെറിയ ട്രെയിനിങ്, ഒരു ചെറിയ ട്രയൽ തീർച്ചയായിട്ടും സഹായിക്കാൻ അല്ലാഹുവും അവന്റെ മാലാഖമാരും നമ്മളോടൊപ്പം ഉണ്ട്. റമദാൻ ഏറ്റവും പര്യാപ്തമാണ്, ഏറ്റവും ഒടുവിലെ ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. അതുകൊണ്ട് ഇത് ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്തുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم أرضنا أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഈ പുണ്യദിനത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാക്കാതിരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യസന്താനങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പുസ്തകന്മാർ, ബന്ധുമിത്രാദികൾ, വസീയത്ത് ചെയ്ത ആളുകൾ മുഴുവൻ സത്യവിശ്വാസികൾ, സത്യവിശ്വാസികൾ എല്ലാവരും എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തുമാക്കാതിരിക്കണേ. ഞങ്ങളിൽ നിന്ന് നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനം നൽകി അനുഗ്രഹിക്കണേ നാഥ. റഹ്മാനായ തമ്പുരാൻ, ഞങ്ങളുടെ സന്താനങ്ങളുടെ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, ഈ റമദാനിന്റെ ബാക്കിയുള്ള മണിക്കൂറുകളിൽ ഹൃദയംഗമായി നിന്നോട് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തിത്തരണേ തമ്പുരാനെ. നാഥ, ഖുർആൻ ശരിയായ നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നീയാണ് അറിയുന്നത്. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. എല്ലാം നിന്നോട് പറയാനുള്ള കഴിവ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥന ഒരു ജീവിതമാക്കി മാറ്റാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സമുദായത്തിലെ ഒത്തൊരുമക്കും യോജിപ്പും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഗോള മുസ്ലിം സമുദായത്തിന് ഹൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട്, ആ സത്യവിശ്വാസി സഹോദരങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. മർദ്ദകളിൽ നിന്ന് അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. മർദ്ദിതരായ ആ പാപങ്ങൾക്ക് നീ സഹായഹസ്തം നൽകണേ തമ്പുരാനെ. എല്ലാ സത്യവിശ്വാസങ്ങളും ഒത്തൊരുമയോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണേ തമ്പുരാനെ. സമുദായത്തിൽ യോജിപ്പും രഞ്ജിപ്പും നൽകി അനുഗ്രഹിക്കണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, ഖുർആനിന്റെ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള പ്രത്യേകമായ ഒരു ജാഗ്രത നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഖുർആൻ കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരണേ നാഥ. അല്ലാഹു കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ തമ്പുരാനെ. കടങ്ങളെല്ലാം വീട്ടിത്തരണേ തമ്പുരാനെ. രോഗങ്ങളെല്ലാം ശരിയാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ യുവാക്കൾക്കും യുവതികൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ വൃദ്ധന്മാർക്കൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ തമ്പുരാനെ. നാഥ, കുടുംബത്തിൽ ഒരു ദീനി ചുറ്റുപാട് ഉണ്ടാക്കി തരണേ തമ്പുരാനെ. ഖുർആൻ ശരിയായ നിലയിൽ കുടുംബത്തിൽ പകർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, റമദാനിന്റെ ഏറ്റവും പുണ്യകരമായ ദിനങ്ങളിൽ ഒന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇങ്ങനെ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ജീവിതം ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഒരു സംതൃപ്തിയോടുകൂടി റാളിയത്തം മർളിയായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹ്
اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. السلام عليك يا شهر رمضان، السلام عليك يا شهر الصوم، السلام عليك يا شهر السحور والإفطار، السلام عليك يا شهر التراويح، السلام عليك يا شهر البدر، السلام عليك يا شهر فتح مكة، السلام عليك يا شهر ليلة القدر. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا رب العالمين. اللهم اجعل هذا الشهر الشريف مباركا لنا يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين، اللهم اعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.